അടുത്ത പാരഗ്രാഫിൽ പറയാണ്, When the trial was over and he got 6 years, he was sent to the island. We all knew about the island. Our leaders have been there so long, but I have never seen the sea except to color it in blue at school, and I couldn't imagine a piece of earth surrounded by it. I could only think of the cake of dung topped by the cattle floating in a pool of rainwater that crossed, the water showing the sky like a looking glass glow. I was ashamed only to think that he had told me how the glass was showed the palm trees and the other buildings in the street, and the colors of the cars and the clouds as the crane lifted him in a platform higher and higher through the sky to work at the top of the building. അങ്ങനെ ട്രയൽ കഴിഞ്ഞു. അദ്ദേഹത്തിന് 6 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. അദ്ദേഹത്തെ ദ്വീപിലേക്ക് അയച്ചു, അവിടുത്തെ ജയിലിലേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ദ്വീപിനെ കുറിച്ചിട്ട്. ഒരു പ്രത്യേക ദ്വീപാണ്, ജയിലുള്ള ദ്വീപാണ്. ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ തീർച്ചയായിട്ടും വളരെ കാലമായിട്ട് അവിടെയായിരുന്നു. പക്ഷെ ഞാനിതുവരെ കടൽ കണ്ടിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ നീല നിറത്തിലുള്ള ഭൂപടത്തിലുള്ള ആ നീല നിറത്തിലുള്ള കാര്യം മാത്രമേ കടലായിട്ട് എനിക്ക് അറിയുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, മാത്രമല്ല ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഒരു ഭൂപ്രദേശം കടലിനാൽ ചുറ്റപ്പെട്ട് ദ്വീപായി നിൽക്കുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് ആകെ പരിചയമുള്ളത് ഇങ്ങനെയുള്ളൂ. അതായത് പശുക്കളുടെ ചാണകം ഞങ്ങളായിക്കൂടെ അരുവിയിലൂടെ ഒഴുകിപ്പോകുന്ന കാര്യം, മഴവെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന കാര്യം, അതുപോലെ തന്നെ സാധാരണ ഞങ്ങളവിടെ ആയിക്കോട്ടെ ഒഴുകിപ്പോകുന്ന സാധാരണ അരുവിയും ഓവുചാലുകളും സാധാരണ ചെറിയ തരത്തിലുള്ള ജലാശയങ്ങളും മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. ഇവിടെ വെള്ളം തീർച്ചയായിട്ടും ആകാശം പോലെ, കണ്ണാടി പോലെ നീല നിറത്തിൽ കാണപ്പെടുന്ന വെള്ളം ചിന്തിക്കാൻ പോലും കഴിയില്ല, ഭാവനയെ കാണാൻ പോലും പെട്ടെന്ന് കഴിയില്ല എനിക്ക്. അതും നീല നിറത്തിൽ. എനിക്ക് ലജ്ജ തോന്നി തീർച്ചയായിട്ടും അതൊക്കെ ആലോചിച്ചപ്പോൾ. അദ്ദേഹം എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് പ്ലേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഗ്ലാസ് കൊണ്ടുള്ള ചുമരുകൾ, തീർച്ചയായും അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങൾ, മറ്റുള്ള ബിൽഡിങ്ങുകൾ, സ്ട്രീറ്റിൽ മറ്റുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ കാറുകളുടെയൊക്കെ നിറങ്ങൾ, മാത്രമല്ല മേഘങ്ങൾ and the clouds as the crane lifted him. അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മേഘങ്ങൾ ഇങ്ങനെ കാണും. ആ മേഘങ്ങൾ തൻ്റെ അത്ര ഉയരത്തിൽ കാണപ്പെടുന്ന കാഴ്ച. ഹയർ ആൻഡ് ഹയർ ത്രൂ ദ സ്കൈ ടു വർക്ക് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ ക്രെയിനിൽ പൊന്തിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മേഘങ്ങളും മറ്റ് കാഴ്ചകളും കാറുകളും മരങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം എനിക്ക്
പറഞ്ഞു തന്നിരുന്നു. He was allowed one letter a month. It was my letter because his parents didn't know how to read. I used to go to him where they worked on another farm to ask what message they wanted to send. The mother always cried and put her hands on her head and said nothing. And the old man who preached to us in the every Sunday said, "Tell my son, we are praying. God will make everything all right for him." Once he wrote back, "That's the trouble. Our people on the farms were told God will decide what's good for them so that they won't find the force to do anything to change their lives." അദ്ദേഹത്തിന് മാസത്തിൽ ഒരു ലെറ്റർ എഴുതാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ആ ലെറ്റർ എനിക്കായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാരൻസിന് അത് എഴുതാനോ വായിക്കാനോ അറിയുമായിരുന്നില്ല. പലപ്പോഴും ഞാൻ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് കത്തൊക്കെ അയക്കാനുള്ള സമയത്ത് അവരുടെ അടുത്തേക്ക് പോകും. അവരപ്പുറത്തെ ഫാമിലാണ് ജോലി ചെയ്യണത്. അവരോട് ചോദിക്കും, എന്ത് സന്ദേശമാണ് ഞാൻ മകനെ നിങ്ങളുടെ വകയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് എഴുതി അയക്കേണ്ടത് എന്ന് ചോദിക്കുമായിരുന്നു. അമ്മ പലപ്പോഴും കരയുമായിരുന്നു. എന്നിട്ട് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയും, ഒന്നും പറയില്ലായിരുന്നു. വൃദ്ധനായ അച്ഛൻ, അദ്ദേഹം ഓരോ ഞായറാഴ്ചയും ഞങ്ങൾക്ക് സുവിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മോനോട് നിങ്ങൾ കത്തിൽ പറയൂ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തീർച്ചയായും എല്ലാം നേരെയാക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, എല്ലാം ശരിയാക്കി തരും, എല്ലാം ശരിയാക്കി തരും, നന്മ വരുത്തും. ഒരിക്കൽ അദ്ദേഹം തിരിച്ച് ഇങ്ങനെ എഴുതി, "That's the trouble. Our people on the farms, we are told God will decide what's good for them so that they won't find the force to do anything to change their lives." അദ്ദേഹം ഒരിക്കൽ തിരിച്ചെഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പ്രധാന കുഴപ്പം ഇതാണ്. നമ്മുടെ ഫാമിലുള്ള ആളുകളുടെ കുഴപ്പം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത്, അവർ പറയുന്നത്, ദൈവം തീർച്ചയായും നമ്മുടെ നന്മകൾ തീർച്ചയായും നിശ്ചയിക്കുന്നത് ദൈവമാണെന്നും ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനുള്ള കരുത്ത് തീർച്ചയായും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. To do anything to change their lives. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള കരുത്ത് കണ്ടെത്തുവാനും ആർജിക്കുവാനുള്ള തീരുമാനവും ശക്തിയും നമുക്ക് ഈ കാരണത്താൽ ഇല്ല. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തെ പഴി പറയുകയും
നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുന്നതുമാണ് നമ്മുടെ പതനത്തിന് കാരണം. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ അടക്കി ഭരിക്കുന്നത്. ഇങ്ങനെ തിരിച്ചു പറഞ്ഞു അദ്ദേഹം ഒരു കത്തിൽ പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. After 2 years had passed, we, his parents, and I had saved enough money to go to Cape Town to visit him. We went by train and slept on the floor at the station and asked the way next day to the ferry. People were kind. They all knew that if you wanted the ferry, it was because you are somebody of yours on this island. അങ്ങനെ ആഫ്റ്റർ 2 years had passed, 2 വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഞാനും കുറച്ചൊക്കെ പൈസ ഒരു കൂട്ടി കേപ്പ് ടൗണിലേക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകാൻ ആരംഭിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്ന് കുറച്ച് പോയാൽ മതി ദ്വീപിലേക്ക്. അവിടുത്തെ ജയിലാണ് അദ്ദേഹം. ഞങ്ങൾ ട്രെയിനിൽ കയറി അവിടെ എത്തി. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തറമേൽ അങ്ങനെ ഉറക്കം വന്നപ്പോൾ ഉറങ്ങി. ആൻഡ് ആസ്ക് ദ വേ നെക്സ്റ്റ് ഡേ ടു ദ ഫെറി. എന്നിട്ട് കടവിലേക്കുള്ള വഴി ചോദിച്ചു അവിടെയുള്ള ആളുകളോട്. ആ ആളുകൾ നല്ലവരായിരുന്നു. They all knew that if you wanted the ferry, അവർക്കറിയാമായിരുന്നു കടവിലേക്ക് ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരെങ്കിലും സ്വന്തക്കാരായി ദ്വീപിൽ ഉണ്ടായിരിക്കും. ദ്വീപിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലായിരിക്കും മിക്കവാറും എന്നവർക്കറിയാമായിരുന്നു. And there was a sea. It was green and blue, climbing and falling, bursting white all the way to the sky. Terrible wind was slapping it this way and that. It hit the island. The people like us also waiting for the ferry pointed where the island must be, or out in the sea that I never thought would be like it really was. അങ്ങനെ ഇതാ കാണുകയായി. അവസാനം ഞാൻ കടൽ കണ്ടു. അത് പച്ച നിറത്തിലും നീല നിറത്തിലും ഉള്ള ഒരു നിറത്തിൽ കാണപ്പെട്ടു. ചിലപ്പോൾ അതിങ്ങനെ ഉയരുന്നു, ചിലപ്പോൾ അത് താഴുന്നു. വെള്ളം ബേസ്റ്റിംഗ് വൈറ്റ്, വെള്ള നിറത്തിൽ പൊട്ടിച്ചിതറുന്നു. തിരമാലകൾ ഇങ്ങനെ കരയ്ക്ക് അടിച്ച് കയറാണ്. പാറക്കെട്ടുമ വന്നടിക്കുമ്പോൾ അതിങ്ങനെ പതയായിട്ടിങ്ങനെ ചിതറും. all the way to the sky, all the way to the sky. ആകാശത്തിന് ചാരിയായി അത് നിൽക്കുന്നു. ഒരു അതിതീക്ഷ്ണമായ കൊടുങ്കാറ്റ് അതിനെ വന്ന് ആഞ്ഞടിക്കുന്നു. ഈ വഴിയിലൂടെയും ആ വഴിയിലൂടെയൊക്കെ അതിനെ ക്ഷുഭിതമാക്കിക്കൊണ്ട് ഇളക്കിക്കൊണ്ട് കടന്നു പോകുന്നു. ഇറ്റ് ഹിറ്റ് ദ ഐലൻഡ്. കടൽ തീർച്ചയായും ആ ദ്വീപിനെ ഞങ്ങളിൽ നിന്നും മറയ്ക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരും വലിയ ആ ഫെറി, തോണി, ബോട്ട് അവിടേക്ക് വരാൻ കാത്തു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ദ്വീപിന് നേർക്കാണ്. കടലിൽ കുറച്ച് അകലെയാണത്. That I never thought would be like it really was. Far out in the sea that I never thought would be like it really was. അങ്ങനെ
എല്ലാവരും ആ വഴിക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പോവേണ്ടത് അവിടേക്കാണ്. There was other boats and ships as big as buildings that go to other places all over the world, but the ferry is only for the island. It doesn't go anywhere else in the world, only to the island. So everybody waiting there was waiting for the island. There could be no mistake, we are not in the right place. അവിടെ വേറെയും കുറേ ബോട്ടുകളുണ്ടായിരുന്നു, കപ്പലുകളുണ്ടായിരുന്നു. വലിയ ബിൽഡിംഗ് പോലെയുള്ള വലിയ വലിയ കപ്പലുകളുണ്ടായിരുന്നു. മറ്റുള്ള രാജ്യങ്ങളിലുള്ള പല സ്ഥലങ്ങളിലേക്കും പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ആ ദ്വീപിലേക്ക് തോണി അല്ലെങ്കിൽ ബോട്ട് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് ഗോ എനിവേർ എൽസ് ഇൻ ദ വേൾഡ്. വേറെ എവിടേക്ക് അതിൽ പോകാൻ കഴിയില്ല, കാരണം അത് ചെറുതാണ്. ദ്വീപിലേക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. എല്ലാവരും ഇങ്ങനെ ആ ദ്വീപിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. There could be no mistake, we were not in the right place. There could be no mistake, we were not in the right place. തീർച്ചയായും ഞങ്ങൾക്ക് തെറ്റാനൊന്നും ഒരിക്കലും വഴിയില്ല. കറക്റ്റ് സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ സ്വീറ്റ്സ്, മിഠായികളും ബിസ്ക്കറ്റും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പാൻറ്റുകൾ, പിന്നെ ചൂട് കിട്ടാൻ വേണ്ടി ധരിക്കുന്ന ഓവർ കോട്ട് ഒക്കെ അദ്ദേഹത്തിന് വാങ്ങി വെച്ചിരുന്ന ഞങ്ങൾ. A woman standing with us said we wouldn't be allowed to give him in the clothes. ഞങ്ങളടുത്തുള്ള ഒരു സ്ത്രീ അവിടെ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ക്ലോത്തൊന്നും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കില്ല. ആൻഡ് ഐ വാസൻറ്റ് വെയറിങ് എനി മോർ. ഞാനും പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള വലിയ വെസ്റ്റേൺ രീതിയിലുള്ള ഡ്രസ്സൊന്നല്ല ധരിച്ചത്. ദ ഓൾഡ് ബെരറ്റ് പുൾ ഡൗൺ ഓവർ മൈ ഹെഡ് ദാറ്റ് ഫാം ഗേൾസ് വെയർ. ഫാമിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന ഒരു ക്യാപ്പ് ഞാൻ ധരിച്ചിരുന്നു തലയിൽ. I had bought relaxer cream from the man who comes round the farm selling things out of a box on his bicycle. പിന്നെ ഒരു റിലാക്സർ ക്രീം, സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടുള്ളൊരു ക്രീം തേച്ചിരുന്നു. പലപ്പോഴായി ഫാമിൽ ഒരാൾ സൈക്കിളിൽ ഒരു ബോക്സ് വെച്ചിട്ട് ആ ബോക്സിൽ ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ വിൽക്കാൻ വേണ്ടി വരാറുണ്ട് ഫാമിലേക്ക്. അയാളുടെ നിന്ന് വാങ്ങിയ ആ ക്രീം തേച്ചിരുന്നു. എൻ്റെ തലമുടി വാസ് കോംബ്ഡ് അപ്പ് തിക്ക് അണ്ടർ എ ഫ്ലവേർഡ് സ്കാർഫ്. ചീകിയിരുന്നു. ഫ്ലവേർഡ് സ്കാർഫ് ഒരു പൂ പോലെയുള്ള അലങ്കാര കാര്യങ്ങൾ തുന്നിച്ചേർത്ത ഒരു സ്കാർഫ് കൊണ്ട് ഞാൻ എൻ്റെ തലമുടി കെട്ടിയിരുന്നു. That didn't cover the gold colored rings in my ears. That didn't cover the gold colored rings in my ears. കാതിൽ തീർച്ചയായും സ്വർണ്ണ നിറത്തിലുള്ള ഒരു കമ്മൽ, റിങ് ധരിച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്കൊന്നും ഈ സ്കാർഫും മുടിയൊന്നും വന്നിട്ടില്ല, അത് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ബ്ലാങ്കറ്റ് ആണ് ധരിച്ചിരുന്നത്. അവരുടെ ശരീരത്തിൽ അത് ചുറ്റിക്കെട്ടിയിരുന്നു ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെ ധരിക്കുന്നത് പോലെയായിരുന്നു അവർ ധരിച്ചിരുന്നത്. ബട്ട് ഐ ലുക്ക്ഡ് ജസ്റ്റ് ആസ് ഗുഡ് ആസ് എനി ഓഫ് ദ അതർ ഗേൾസ്. പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ തീർച്ചയായും അതുപോലൊക്കെയുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള പെൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ അതുപോലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിട്ട്
എന്നെ കണ്ടാൽ തോന്നിയിരുന്നു. അങ്ങനെ തോണി ഇതാ പോവാൻ റെഡിയായി നിൽക്കുന്നു. We stood all pressed together. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് കൂടി നിൽക്കുകയാണ്. അതായത് കന്നുകാലികളെ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ ഒരൊറ്റ ഗേറ്റിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഒരുമിച്ചായിരിക്കുമല്ലോ കൊണ്ടുപോവുക. അപ്പോൾ അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരാൾ ചുറ്റോളം നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താടി താഴോക്കും മീതേക്കും ഇങ്ങനെ പൊന്തിക്കും താത്തും ചെയ്യുന്നുണ്ട്. ചുറ്റോളം നോക്കുകയാണ്. അദ്ദേഹം എണ്ണാണ്. അദ്ദേഹത്തിന് ഒരു പേടിയുണ്ടായിരിക്കും, അതായത് തോണിയിൽ ആൾ ഓവറാകുമെന്നുള്ളത്. എന്നാൽ ഒരാളവിടെ അവശേഷിക്കുകയും ചെയ്യരുത്. And he didn't want to be left behind. അങ്ങനെ ഞങ്ങളെല്ലാവരും പോലീസുകാരൻ, അവിടെ ചാർജ് ഉള്ള പോലീസുകാരൻ്റെ ആ ഭാഗത്തേക്ക് വരിയായി പോവാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ആൾക്കാരും ബോട്ടിലേക്ക് കയറി. ഞങ്ങളുടെ ഊഴമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ എന്തോ കാര്യത്തിന് വേണ്ടി നീട്ടി. അപ്പോൾ എന്തോ ഒരു പാസ് പോലുള്ള സംഭവം അദ്ദേഹത്തിന് കൊടുക്കണം, എങ്കിൽ മാത്രമേ ബോട്ടിൽ കയറ്റുള്ളൂ. ഐ ഡിഡ്ന്റ് നോ വാട്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്ന്. വി ഡിഡ്ന്റ് ഹാവ് എ പെർമിറ്റ്. ഞങ്ങൾക്ക് പെർമിറ്റില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുമായിരുന്നില്ല കേപ്പ് ടൗണിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ദ്വീപിലേക്ക് കടത്തുകടവിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ പോലീസ് പെർമിറ്റ് നിങ്ങൾക്ക് കൂടിയേ തീരൂ. ഒരു പ്രിസണറെ സന്ദർശിക്കണമെങ്കിൽ പോലീസ് പെർമിറ്റ് വേണമെന്ന് കാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഐ ട്രൈ ടു ആസ്ക് നൈസ്ലി. ഞാൻ വളരെയധികം ഭവ്യതയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു. The wind blew the voice out of my mouth. The wind blew the voice out of my The wind blew the voice out of my mouth. പക്ഷേ എൻ്റെ സ്വരം ആ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. ഞങ്ങളങ്ങനെ തിരികെ പോരാണ്. ഞങ്ങൾ തീർച്ചയായും ആ കടവിലുള്ള ആ പാറക്കൂട്ടങ്ങളെ കണ്ടു. ബംപിങ് ദ ലാൻഡിങ് വെർ വി സ്റ്റുഡ്. ഞങ്ങൾ നിന്ന ആ പ്രത്യേക സ്ഥലം, തോണി കയറാൻ റെഡിയായി നിന്ന സ്ഥലം ഞങ്ങൾ അവസാനമായി കണ്ടു. അതിങ്ങനെ അകന്നകന്ന് പോകുന്ന പോലെ കാണപ്പെട്ടു. ലിഫ്റ്റ് ആൻഡ് ഡ്രോപ്ഡ് ബൈ ഓൾ ദാറ്റ് വാട്ടർ. വെള്ളം അടക്കി കുതിച്ച് കയറുന്നു, തിരികെ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അത് ചെറുതായി ഞങ്ങൾക്കത് തീർച്ചയായിട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അകന്നകന്ന് തിരികെ പോരുകയാണ്. The only good thing was one of the other people took the sweets and biscuits for him. അവിടെ നല്ലൊരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചു. മറ്റുള്ള ആളുകൾ ആ മിഠായിയും ബിസ്ക്കറ്റൊക്കെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അത് ലഭിച്ചു എന്ന്. പക്ഷെ നല്ലൊരു ലെറ്ററൊന്നും ആയിരുന്നില്ല അത്. ഓഫ് കോഴ്സ് നോട്ട്, ഒരിക്കലല്ലായിരുന്നു. ഹി വാസ് ക്രോസ് വിത്ത് മീ. അദ്ദേഹം എന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു, കുറേ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ കുറേ ശാസിച്ചു. ഐ ഷുഡ് ഹാവ് ഫൗണ്ട് ദാറ്റ്. ഐ ഷുഡ് ഹാവ് നോൺ അബൌട്ട് ദ പെർമിറ്റ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ അറിയേണ്ടതല്ലേ? പെർമിറ്റിനെ കുറിച്ചൊക്കെ നീ അന്വേഷിക്കേണ്ടതല്ലേ? ഹി വാസ് റൈറ്റ്.
സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്. ഐ ബോട്ട് ദ ട്രെയിൻ ടിക്കറ്റ്സ്. ഞാൻ തന്നെയാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തത്. ഫെറിയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതൊക്കെ ചോദിച്ചത് ഞാൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ പെർമിറ്റും ചോദിക്കണമായിരുന്നു. 8ാം ക്ലാസ് പാസ്സായ ആളല്ല ഞാൻ. There was an advice office to go to in town. ടൗണിലേക്ക് പോയാൽ ഒരു അഡ്വൈസ് ഓഫീസ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിരുന്നൊരു ഓഫീസുണ്ട്. The churches ran it. പള്ളിയുടെ സഭയാണത് നടത്തുന്നത്. He wrote. അദ്ദേഹം എന്നോട് ഇതൊക്കെ എഴുതിക്കൊണ്ട് പറഞ്ഞു. But the farm is so far from town. ഞങ്ങളുള്ള നിൽക്കുന്ന ഫാം ടൗണിൽ നിന്ന് കുറേ അകലെയാണ്. Beyond the farms don't know about these things. ഫാമിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊന്നും അത്ര കൂടുതൽ അറിഞ്ഞുകൂടാ. It was as you said, our ignorance is the way we are kept down. The ignorance must go. അദ്ദേഹം പറയുന്ന പോലെ തന്നെയാണ്, ഞങ്ങളുടെ അജ്ഞത തന്നെയാണ് ഞങ്ങളെ അടിച്ചമർത്തപ്പെട്ടവരാക്കി മാറ്റുന്നത്. അജ്ഞത തീർച്ചയായും ഒഴിഞ്ഞു പോയേ മതിയാവുകയുള്ളൂ. We took the train back. ഞങ്ങളങ്ങനെ തിരികെ പോന്നു. We never went to the island. പിന്നീട് ഒരിക്കലും ഐലൻഡിലേക്ക് പോയില്ല. Never saw him in the 3 more years. അടുത്ത 3 വർഷത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാൻ അവിടേക്ക് പോയില്ല. Not once. ഒരിക്കൽ പോലും പോയില്ല. We couldn't find the money for the train. ഞങ്ങൾക്കൊരിക്കലും ട്രെയിന് വേണ്ട പൈസ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ആൻഡ് ഐ ഹാഡ് ടു ഹെൽപ്പ് ഹിസ് മദർ ഫ്രം മൈ പെയിൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാനായി പിന്നെ സംരക്ഷിക്കൽ. എൻ്റെ ഫോർ അവർ പീപ്പിൾ ദ വെറി ഈസ് ഓൾവേസ് മണി. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എപ്പോഴും പ്രശ്നം പൈസയുടെ പ്രശ്നമാണ്. ഐ റോട്ട്. ഞാൻ പലപ്പോഴും എഴുതിയിരുന്നു. വെൻ വിൽ വി എവർ ഹാവ് മണി? വെൻ വിൽ വി എവർ ഹാവ് മണി? എപ്പോഴാണ് നമുക്ക് വേണ്ടത്ര പണം ഉണ്ടാവുക? ദെൻ ഹി സെൻഡ് സച്ച് എ ഗുഡ് ലെറ്റർ. അപ്പോൾ അദ്ദേഹം നല്ലൊരു ലെറ്റർ എഴുതി. അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചെഴുതി, ദാറ്റ്സ് വാട്ട് ഐ ആം ഓൺ ദ ഐലൻഡ് ഫോർ. ഇത്തരം കാര്യമൊക്കെ ശരിയാക്കാനാണ് ഞാൻ ഈ ദ്വീപിൽ ഇത്രയും ബുദ്ധിമുട്ടി കഴിയണത്, നിന്നിൽ നിന്നും അകലെയായി കഴിഞ്ഞ് കൂടുന്നത്. ഐ ആം ഹിയർ സോ ദാറ്റ് വൺ ഡേ അവർ പീപ്പിൾ വിൽ ഹാവ് ദ തിങ്സ് ദ നീഡ്. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ എന്നെപ്പോലുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്നത് തന്നെ തീർച്ചയായും ഒരിക്കൽ നമ്മുടെ ആളുകൾ എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നേടിയെടുക്കും. ഭൂമിയും ഭക്ഷണവും എല്ലാം നേടിയെടുക്കും. നമ്മുടെ അജ്ഞതയെല്ലാം ഒരിക്കലില്ലാതെയാവും. നമ്മൾ സ്വാതന്ത്ര്യം നേടും എന്ന് അദ്ദേഹം കത്തിലൂടെ പറഞ്ഞു. There was something else I could just read, word power. തീർച്ചയായിട്ടും മറ്റൊരു പദം കൂടി അതിലുണ്ടായിരുന്നു. അവിടെ പവർ എന്നോ എന്തോ മറ്റുമാണ്, പവർ എന്നുള്ളൊരു വാക്കെന്തോ ആണ് എഴുതിയിരുന്നത് അവിടെ. അത് ആ വാക്ക് കറുപ്പിച്ചിരുന്നു, വെട്ടിയെ പോലെ കറുപ്പിച്ചിരുന്നു. All his letters were not just for me. Prison officer read them before I could. അദ്ദേഹത്തിൻ്റെ കത്തുകൾ തീർച്ചയായും ഞാൻ മാത്രമല്ല വായിക്കുക. ജയിലിലുള്ള ഓഫീസർ തീർച്ചയായിട്ടും ഞാൻ വായിക്കേണ്ട മുമ്പേ അത് വായിക്കുമായിരുന്നു. എന്നിട്ടുള്ളൂ ഇവർക്ക് പറഞ്ഞേക്കുള്ളൂ.